മലയാളം ഷെയർസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 100% പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻട്രാഡേ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ കോൾസ് കൊടുക്കുന്നവർക്കാണ് ഇത് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇൻട്രാഡേ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് പലതരത്തിൽ യൂസ് ചെയ്യാം. 50 മിനിറ്റ്സ് ക്യാൻഡിലൂടെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അതുപോലെ ചിലവർ 30 മിനിറ്റ്സ് ക്യാൻഡിൽ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ചിലവർ 1 അവർ ക്യാൻഡിൽ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ ഇത് ചെയ്യാം, ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇത് നല്ല ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ 50 മിനിറ്റ്സിൻ്റെ യൂസ് ചെയ്യാം, അതനുസരിച്ച് ചെക്ക് ചെയ്യാം. വളരെ സിമ്പിളാണത്. 9:15 to 9:30 വരെ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ അതിൻ്റെ ഹൈ ലോ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ബൈ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെല്ലാണ് എടുക്കേണ്ടത്. അപ്പം ബൈ ആണ് എടുക്കുന്നതെങ്കിൽ ലോ എവിടെയാണോ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. സെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഹൈ എവിടെയാണോ ആ ഹൈയുടെ തൊട്ട് മുകളിലേക്കാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം എന്താണ് ബ്രേക്ക്ഔട്ട്. ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് എപ്പോൾ നടക്കും എന്ന് വെച്ചാൽ ഒരു പ്രൈസ് ക്ലിയേഴ്സ് എ ക്രിട്ടിക്കൽ ലെവൽ ഓൺ ചാർട്ട്. അപ്പം നമ്മൾ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്രിട്ടിക്കൽ ലെവല് അതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ എന്ന് പറയുന്ന 10 ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിബിനോഷി ലെവൽ അത് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ക്യാൻഡിൽസ് ഏതാണോ എടുത്തിരിക്കുന്നത് ആ ക്യാൻഡിൽ അനുസരിച്ച് ആ ബ്രേക്കിംഗ് എപ്പോൾ നടക്കും എന്ന് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഹൈ അല്ലെങ്കിൽ ലോ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എടുക്കാതിരിക്കുക, കാരണം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. വളരെ വലിയ സക്സസ് സ്ട്രാറ്റജിയാണ് ഇതിനുള്ളത്. കാരണം സ്റ്റോക്ക് നമ്മൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അതായത് എങ്ങനെയാണ് അത് കണ്ടെത്തി ആ സ്റ്റോക്ക് നമ്മൾ ആരോടും പറയാനും പാടില്ല. കാരണം കൂടുതൽ പേര് അതേ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വിന്നിങ് സ്ട്രാറ്റജി അത് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്റ്റോക്ക് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡിലൂടെ അനലൈസ് ചെയ്യുക. നല്ല സക്സസ് റേഷ്യോ ഉള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടും. ആരോടും മിണ്ടണ്ട, നിങ്ങൾ ആ ഒരു സ്റ്റോക്കിനെ വെച്ച് ട്രേഡ് ചെയ്യുക. പിന്നെ സാധാരണ നോക്കുന്നത് 30 മിനിറ്റ് ആണ്. 15 മിനിറ്റ് വളരെ വലിയ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് 15 മിനിറ്റ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, അതുപോലെ യെസ് ബാങ്ക്, അതിൻ്റെ 2-3 ദിവസത്തെ ക്യാൻഡിൽ ചാർട്ട് വെച്ചിട്ട് ഈ ഒരു ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യുക. 15 മിനിറ്റ് ക്യാൻഡിൽസിൽ യെസ് ബാങ്ക് ചെക്ക് ചെയ്യുക. എവിടെയാണ് ഹൈ വന്നിരിക്കുന്നത്, സ്റ്റോക്ക് പ്രൈസ് എപ്പോഴാണ് ചേഞ്ച് വന്നത്, 2 ദിവസത്തിൻ്റെ യെസ് ബാങ്ക് എടുത്ത് കമ്പയർ ചെയ്യുക. അപ്പോൾ എവിടെയാണ് ബ്രേക്ക് ചെയ്തത്, ആ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഹിറ്റ് ചെയ്തത് എന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. അതുപോലെ ബൈ എൻട്രി എടുത്തിരിക്കുന്നത് എവിടെയാണ്, അവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ പെയ്ഡ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്ക് സക്സസ് ആക്യുറസി കൂടുതലാണ്. നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ഇടാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രോഫിറ്റ് തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം നമ്മൾ നല്ല ലിവറേജ് നമുക്ക് കിട്ടും ഈ ഒരു ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റോക്സിനെ കുറിച്ച്, അതിൻ്റെ ഫ്യൂച്ചർ, അതുപോലെ ETF റിസ്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ ലഞ്ച് ടൈമിൽ ആ ഒരു ട്രേഡിംഗ് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞു, സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് ടൈമിൽ ചെയ്യുക. ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തുള്ള ട്രേഡിംഗ് വേണ്ട. പിന്നെ മിഡ് ഡേ ബ്രേക്ക്ഔട്ട് എങ്ങനെയാണോ ഉള്ളത്, അത് എപ്പോഴൊക്കെയാണ് വരുന്നത്, അതിൻ്റെ പ്രൈസ് വോളിയം ബ്രേക്ക്ഔട്ട്സിനെ കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ എടുത്ത സ്റ്റോക്കും അതിൻ്റെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ 4 സ്ട്രാറ്റജീസ് ഓഫ് ഡേ ട്രേഡിംഗ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ബ്രേക്ക്ഔട്ട് പ്ലസ് വോളിയം ഇൻഡിക്കേറ്റർ, അതുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രേക്ക്ഔട്ട് പ്ലസ് വോളിയം വെയ്റ്റഡ് മൂവിങ് ആവറേജിൻ്റെ ഉണ്ട്. പിന്നെ സ്കാൽപ്പിംഗ് ഫോർ ബ്രേക്ക്ഔട്ട്സ് വിത്ത് ഷോർട്ട് പീരിയഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ വരുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ഉണ്ട്.
ഇങ്ങനെ 4 തരത്തിലുള്ള ഇതാണ് ഉള്ളത്. അപ്പൊ നമ്മൾ റോങ് ആയിട്ട് പോവാതെ പ്രോഫിറ്റ് എപ്പോൾ എടുക്കണം, മണി എങ്ങനെ മാനേജ് ചെയ്യുക, അതുപോലെ ടൈം നോക്കുക, പ്രോഫിറ്റ് ലോസ് റേഷ്യോ, ഇതെല്ലാം നമ്മൾ നോക്കണം. കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചാർട്ട് അതായത് 10 മിനിറ്റ്സ് ഇന്റർവൽ വെച്ചിട്ടുള്ള 5 മിനിറ്റ് അല്ലെങ്കിൽ ഹവർലി വെച്ചുള്ള ആ ഒരു ടെക്നിക്ക് ഫ്രെയിം നിങ്ങൾ അത് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴാണ് ഡേ ട്രേഡിംഗിലെ ബ്രേക്ക്ഔട്ട്സ് വരുന്നത് അത് ശ്രദ്ധിക്കുക. അതുപോലെ സപ്പോർട്ട് ലെവൽ, ട്രെൻഡ്, റെസിസ്റ്റൻസ് ഇതെല്ലാം നോക്കണം. എൻട്രി പോയിന്റ് എപ്പോഴാണ് എന്നുള്ളത് നോക്കുക. എക്സിറ്റ് പോയിന്റ് വേണമെന്നില്ല, എൻട്രി പോയിന്റ് എങ്കിലും ക്ലിയർ ആയിട്ടുള്ള എൻട്രി പോയിന്റ് നോക്കുക. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ട് ടൂൾസ് വെച്ചിട്ട് ഇത് പ്രയോഗിച്ച് നോക്കുക. പിന്നെ ബ്രേക്ക്ഔട്ട് അതെങ്കിൽ ഡ്യൂറിങ് ലഞ്ച് ടൈം ഉള്ള ആ ബ്രേക്ക്ഔട്ട്, അവോയ്ഡ് ട്രേഡിംഗ് ബ്രേക്ക്ഔട്ട്സ് ഡ്യൂറിങ് ലഞ്ച് ടൈം. പിന്നെ മാർക്കറ്റ് വോളിയൂംസ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിരിക്കും ഈ ട്രേഡിംഗ് ബ്രേക്ക്ഔട്ട് സമയത്ത്. ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വോളിയം ഡ്യൂറിംഗ് ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ VWMA പോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് 100% പ്രോഫിറ്റ് തരുന്ന ഇൻട്രാഡേ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയെ കുറിച്ചായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെ ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഇൻട്രാഡേ കോൾസ് അതുപോലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളം ഷെയർസിൻ്റെ ചാനൽ നിങ്ങൾ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.